എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. എൻ്റെ രാജ്യത്ത് എല്ലാവർക്കും മേൽവസ്ത്രം ധരിക്കാൻ ഒരവസരമുണ്ടാകാതെ ഞാനും മേൽവസ്ത്രം ധരിക്കില്ല എന്ന് പറഞ്ഞ ഒരു മഹാത്മാവിൻ്റെ 155ാമത് ജന്മദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നീതി ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചതിന് വെളിച്ചത്തിൽ ഞാൻ 2 ഉദാഹരണങ്ങൾ ഇന്ന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ആദ്യമായിട്ട് ഗാന്ധി ജയന്തി ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ 2024 ജൂൺ മാസം 25-ാം തീയതി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നു. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഒരു പത്രക്കട്ടി നിങ്ങളെ കാണിക്കാം. ഇത് ഇന്നലെ 1-ാം തീയതിയിലത്തെ മംഗളം ദിനപത്രമാണ്. ഒക്ടോബർ 1 മംഗളം ദിനപത്രത്തിൽ വന്നൊരു വാർത്തയത്. മറ്റൊരു പത്രത്തിലും മറ്റൊരു ചാനലുകളിലും ഒരിടത്ത് ഞാൻ ഈ വാർത്ത കണ്ടില്ല. 25-ാം തീയതി 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന കുറ്റത്തിന് വിജിലൻസ് അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ. അതിനുശേഷം അയാളെ സസ്പെൻഡ് ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കേരള രാഷ്ട്രീയത്തിലും ഉണ്ടായി. കാരണം അന്നത്തെ ചെയർമാൻ രാജിവെക്കേണ്ടി വന്നു. അവിടെ ഭരണ സംവിധാനത്തിൽ ഒരുപാട് മാറ്റം വന്നു. ഭരണപക്ഷിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പ്രതിപക്ഷത്തേക്ക് വന്നു. അങ്ങനെ ഈ മൊത്തത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കിയ സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൈക്കൂലി. അപ്പോൾ ആ സമയത്ത് അവിടെ ചില കൗൺസിലർമാരൊക്കെ പറയുന്നത് കേട്ടു, ഇദ്ദേഹം കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്, ഇയാൾ കൈക്കൂലിക്കാരനാണ്, ഇയാൾ പ്രശ്നക്കാരനാണ്. പിന്നെ ഞങ്ങൾ ഇത് സഹിച്ചത്, ആൾക്കാർക്ക് ഒരു പ്രശ്നം നടക്കണമെങ്കിൽ, ഒരു കാര്യം നടത്തണമെങ്കിൽ ഇയാൾക്ക് കൈക്കൂലി കൊടുക്കാതെ ഇയാൾ ഒരു കാര്യം നടത്തി കൊടുക്കില്ല. പക്ഷെ ഞങ്ങളിത് സഹിച്ചത് ഈ നിസ്സാര നാളുകൂടി ഉള്ളല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ പിടിഞ്ഞു പൊക്കോളുമല്ലോ, പെൻഷനായി പൊക്കോളുമല്ലോ എന്നുള്ളൊരു വെളിച്ചത്തിൽ ഞങ്ങൾ മിണ്ടാതിരുന്നതാണ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് വേണ്ടി ശിരസ് നമിച്ച് നിൽക്കുന്ന ഒരു നേതൃത്വത്തെയാണ് നമ്മൾ അവരിലൂടെ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ 30-ാം തീയതി, പിന്നെ അന്ന് 30-ാം തീയതി ഇദ്ദേഹം സസ്പെൻഡ് ചെയ്തു. ഇയാൾ മിനിഞ്ഞാന്ന് തൊട്ടടുത്ത പഞ്ചായത്തായ അറക്കുളം പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു. ഉച്ചയായപ്പോൾ ജോയിൻ ചെയ്തു, വൈകുന്നേരമായപ്പോൾ അയാൾ പെൻഷനായി. എങ്ങനെയായി ആലോചിച്ച് നോക്കണ്ടില്ല. നമ്മൾ സാധാരണക്കാരനൊരു പെറ്റി, ഇപ്പോൾ ഒരു ഹെൽമെറ്റ് വെക്കാതെ പോയി, ഇല്ല സീറ്റ് ബെൽറ്റ് ഇടാതെ പോയി, ഒരു പെറ്റി വന്നാൽ അതിന് കൃത്യമായിട്ട് സമൻസായി, അത് കഴിഞ്ഞ് വാറണ്ടായി, പിന്നെ പോലീസ് നേരിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. 500 ഇല്ലെങ്കിൽ 100 ഇല്ല 2000 രൂപ പെറ്റി അടയ്ക്കുന്നതിന് കൃത്യമായിട്ട് വാങ്ങിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് ഇല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിന് അറിയാമെന്നിരിക്കെ ഇയാൾ ഈ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കേണ്ട കാരണം പറഞ്ഞത്, ഇയാൾക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് വിജിലൻസ് ഹൈക്കോടതി കൊടുത്തിട്ടില്ല. ഇയാൾ ഹൈക്കോടതി പോയി എനിക്ക് ജോലി തിരിച്ചു വേണമെന്ന് ഇയാളെ ഈ സസ്പെൻഷൻ ബില്ല് സസ്പെൻഷൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് പകുതി ശമ്പളം കിട്ടുമെന്ന് മനസ്സിലാക്കണം. ഇയാൾ ഇത്ര വ്യക്തമായിട്ട് ഈ കള്ളനാണെന്നും കരിചന്ദ്രക്കാരനാണെന്നും അറിയാമെന്നിരിക്കെ ഇയാൾക്ക് ഇപ്പോൾ ഈ ജോലി പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ, ഞാൻ മറ്റൊരു ചെറിയൊരു കാരണം പറയാം. ഒരു ഒരു സാധാരണ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതികളെ കുറിച്ച് നമുക്കറിയാം. തൊഴിലുറപ്പ് പദ്ധതി, സാധാരണ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 346 രൂപയാണ് അതിൻ്റെ ശമ്പളം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഗ്രാമസഭയിൽ, ഇന്നിപ്പോൾ അതിൻ്റെ ഒരു സമ്മേളനം നടക്കുന്ന ഒരു ഗ്രാമസഭയിൽ ഒരു തർക്കമുണ്ടായി. ഒരു മേറ്റിൻ്റെ ശമ്പളം ഇവർ പിടിക്കാൻ പോവുക, പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥർ പിടിക്കാൻ പോവുക. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഒരു ദിവസം പണിയേണ്ടതായിട്ടുള്ള കുറച്ച് അളവുകളുണ്ട്. 1 മീറ്റർ വീതി, 5 മീറ്റർ നീളം, അത്ര ദിവസം ചെത്തൽ. ഇപ്പോൾ ഇവിടെ മേഖല മൊത്തം നടക്കുന്നത് തട്ടിതിരിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അതായത് മഴക്കാലത്ത് മൊത്തം മണ്ണും ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്ന സംവിധാനമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആരുടെയോ പറമ്പിൽ ഇവർ ചെന്ന് നോക്കിയിട്ട് ഈ തട്ടി തിരിച്ച സ്ഥലം ഒരു കണ്ടു, ഈ ചെത്തി വെച്ചിരിക്കുന്ന പണി ഒരു കണ്ടു, ഈ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കണ്ടു. ആരെയോ വിളിച്ച് ചോദിച്ചപ്പോൾ, തൊട്ട അയൽക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെന്തോ പറഞ്ഞു, എൻ്റെ പറമ്പിലല്ല പണി, അങ്ങനെ എന്തോ അവർ തെറ്റായ ഒരു വിവരം അവർക്ക് കൊടുത്തു. ഇപ്പം ഈ പണിയെടുത്ത മേറ്റുമാർക്ക് ഇല്ലെങ്കിൽ പണിയെടുത്ത് ശമ്പളം വാങ്ങിച്ച് 346 രൂപ വാങ്ങിച്ച ആളുകൾ ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്നവർ ആവശ്യപ്പെട്ടിരിക്കുക. അതിന് ശക്തമായ നിയമ നടപടി എഴുതിയിരിക്കാൻ പോവുക. അപ്പോൾ ഈ 1 ലക്ഷം രൂപയ്ക്ക് ശമ്പളം മേടിക്കുന്നവർ 1 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചില്ല, ദിവസങ്ങളോളം എല്ലാവരോടും കൈക്കൂലി വാങ്ങിക്കുന്ന ആൾക്ക് ഒരു പ്രശ്നമല്ല, അവർക്ക് സ്ഥിരമായിട്ട് ജോലി പ്രവേശിക്കാം. 346 രൂപയ്ക്ക് ദിവസവേതനത്തിന് വർഷത്തിൽ 100 പണിയേ ഉള്ളൂ. ആ പണി ചെയ്യുന്നവർക്ക് ആ പൈസയ്ക്ക് കൃത്യമായിട്ട് ഈ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക്, ഇയാൾ പഞ്ചായത്തിലേക്ക് വന്നതിൽ പെൻഷനായത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാകേണ്ടത്, നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് നിയമങ്ങളും ഉപനിയമങ്ങളും വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന് കൃത്യമായ പഴുതുകളുണ്ട്. രക്ഷപ്പെടാനും രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒരേ നിയമത്തിന് പ്രയോഗിക്കുമ്പോൾ സാധാരണക്കാരന് ഇതിന് പുറകെ നടക്കാനോ നിയമോപദേശം കൊടുക്കാനോ അതിന് സാമ്പത്തികം കൊടുക്കാനോ ഇല്ല. പക്ഷെ ഞാൻ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഞാൻ ഏത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും
ഞാൻ ഉൾപ്പെടുന്ന സംഘടന ഇല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ എന്നെ സഹായിക്കും. അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ തുല്യനീതി കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കണ്ടേ. അതുപോലെ ഈ തൊഴിലുറപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യങ്ങളും പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ ഈ തട്ടിതിരിക്കൽ എന്ന് പറയുന്ന കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 6 മാസത്തിനിടയ്ക്ക് ഈ ചെയ്ത പണി പരിശോധിക്കണം എന്നാണ് അതിൻ്റെ ഒരു ചട്ടം. അപ്പോൾ ഇവർ 1 വർഷം കഴിഞ്ഞിട്ടേ പരിശോധിക്കുകയുള്ളൂ. അപ്പോൾ ഈ തട്ടിതിരിച്ച് വെച്ചിരിക്കുന്ന ഈ കൃഷിഭൂമിയിൽ ഇവർക്ക് മറ്റ് കപ്പയിടാനോ കാച്ചിൽ നടാനോ ഇല്ലെങ്കിൽ ചേമ്പ് നടാനോ എന്തെങ്കിലും ഒരു കൃഷി ജോലി ഇവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ചോദിക്കുമ്പോൾ ഞങ്ങൾ പണി അളന്നിട്ടില്ല. അപ്പൊ അതിന്റെ 1 വർഷത്തെ ആ ഒരു പറമ്പ് അവിടെ വെറുതെ കിടക്കുക. അപ്പൊ കൃഷിക്കാരനെ സംരക്ഷിക്കുന്നത് ഇങ്ങനെയല്ലേ. അപ്പൊ ഇവർ ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് ചെയ്യാതെ പോരാ തന്നെ ഇവർ അളക്കാൻ വരുമ്പോൾ 6 മാസമോ ഇല്ല 9 മാസമോ കഴിഞ്ഞിട്ട് അളക്കാൻ വരുമ്പോൾ ഈ ചെത്തി വെച്ച സ്ഥലങ്ങളെല്ലാം വീണ്ടും പുല്ലും പള്ളയും നിറഞ്ഞ് അതിങ്ങനെ പണിയെടുക്കാത്ത പോലെ ഇരിക്കും. അതിന് ഇവരുടെ പണി അളവിൽ കുറവാണ് എന്ന് കാണിച്ച് അതിനകത്ത് 2 രൂപ മുതൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ഫൈൻ അടിക്കുന്നു. അത് ഈ പൈസ വാങ്ങിച്ച ആളുകളോട് തിരിച്ചു മേടിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നവന് എന്ത് തെറ്റ് ചെയ്താലും അത് ന്യായീകരിക്കുക, അവന് ശമ്പളം കൊടുക്കുക, വീണ്ടും അവന് പെൻഷൻ കൊടുക്കുക, അതും പുതിയ ഖജനാവിൽ നിന്ന് കൊടുക്കുക. 346 രൂപ ശമ്പളം വർഷത്തിൽ 100 പ്രാവശ്യം മാത്രം കിട്ടുന്ന കഷ്ടി കിട്ടുന്ന അവർക്ക് അതെങ്ങനെയും തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഇല്ല അതിനുവേണ്ടി ശ്രമിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്കാണോ തുല്യം നീതി ലഭിക്കുന്നത്? ഈ മഹാഭൂരിപക്ഷം വരുന്ന 97% വരുന്ന സാധാരണ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്കാണോ ഈ ഒരു നീതി ലഭിക്കേണ്ടത്? നമ്മൾ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമാണിത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ഗാന്ധി ജയന്തി ദിനാശംസകൾ.